രണ്ടാം ഏകദിനത്തിൽ ദയനീയമായി തോറ്റിരിക്കുകയാണ് കേട്ടോ ഇന്ത്യ. ഈ ഒരു തോൽവിക്ക് ശേഷം ടീമിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മാനേജ്മെന്റ്. ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ അത്ര ശുഭകരമായിട്ടല്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. 118 റൺ എടുക്കുന്നതിനുള്ളിൽ 4 എന്ന് പറഞ്ഞൊരു തകർച്ചയിലായിരിക്കും ഇന്ത്യ കോപ്പുകുത്തിയത്. അവിടെ നിന്നും ജഡേജയും KL രാഹുലും ചേർന്നിട്ടായിരുന്നു കേട്ടോ ഇന്ത്യയുടെ ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത്. അതിനുശേഷം ജഡേജ പോയതിനു ശേഷം നിതീഷ് കുമാർ റെഡ്ഡിയും വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഇന്ത്യ 250 മുകളിലോട്ട് പോയത്. ഇന്ത്യൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിപ്പിക്കുന്ന സമയത്ത് 284 7 എന്ന് പറഞ്ഞൊരു നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭേദപ്പെട്ട സ്കോർ തന്നെയായിരുന്നു 284 എന്നുള്ളത്. പക്ഷെ സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലൻഡിന് തുടക്കത്തിൽ തന്നെ അടിപതറിയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. 22-ന് ആദ്യത്തെ വിക്കറ്റും 46-ൽ നിൽക്കുന്ന സമയത്ത് രണ്ടാമത് വിക്കറ്റും വീണു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തകർച്ചയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവിടെ നിന്നായിരുന്നു ഡാരൻ മിച്ചലും പിന്നെ വില്യങ്ങും കൂടി ചേർന്നിട്ട് 162 റണ്ണിൻ്റെ ഒരു പാർട്ണർഷിപ്പ് പടുത്തുയർത്തിയത്. ഈ ഒരു പാർട്ണർഷിപ്പ് പൊളിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇത്രയും വലിയൊരു തോൽവിക്ക് പോയത്. അതിനുശേഷം 87 റണ്ണിൽ നിൽക്കുന്ന സമയത്ത് വില്യങ് ഔട്ടായെങ്കിലും പിന്നെ വന്ന ഗ്ലെൻ ഫിലിപ്സ് വന്നിട്ട് ഈസി ആയിട്ട് കളി ജയിപ്പിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ദയനീയമായ തോൽവിയിലേക്കാണ് പോയത്. ഒരു 47 ഓവറിലാണ് 284 എന്ന് പറഞ്ഞ ഒരു സ്കോർ ചേസ് ചെയ്തത് കേട്ടോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അടുത്ത കളിയിലേക്ക് ഇന്ത്യൻ ടീം കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ഇറക്കാനാണ് ചാൻസ് കൂടുതൽ. കാര്യമായിട്ട് ബൗളേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെയിൻ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 46-ൽ നിൽക്കുന്ന സമയത്ത് രണ്ടാമത് വിക്കറ്റ് വീണിട്ടു. അതിനുശേഷം 162 റണ്ണിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഇന്ത്യൻ ബൗളേഴ്സിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഒരു മെയിൻ റീസൺ ഇന്ത്യ തോൽക്കാനും. അതുകൊണ്ട് ഈ ഒരു ബൗളിംഗ് ടീമിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ടും പ്രസീദ് കൃഷ്ണനെ മാറ്റി നിർത്തിയിട്ട് അവിടെ അർഷ്ദീപ് സിംഗിനെ കൊണ്ടുവരാനുള്ള ചാൻസാണ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ സ്പിന്നിങ്ങിലേക്ക് വരുന്ന സമയത്ത് കുൽദീപ് യാദവിനെ ഇൻപ്ലേസ് ചെയ്യാൻ വേറെ ആളില്ലാത്തത് കൊണ്ട് തന്നെ കുൽദീപ് യാദവിനെ അതേപോലെ തന്നെ ഇറക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും മൂന്നാമത്തെ കളി ഫൈനൽ പോലെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും അവർക്കായിരിക്കും ഈ ഒരു സീരീസിലെ കിരീടം. അതുകൊണ്ട് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ നടക്കുന്ന കളിയായതുകൊണ്ട് തന്നെ ആ ഒരു മൂന്നാമത് കളി ജയിച്ച് ആ ഒരു സീരീസ് സ്വന്തമാക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം.